Good morning students. Today's topic is Gantt and bonus plan. This is the last plan under differential piece tree system. Differential piece tree system നമുക്ക് മൂന്ന് plans ആണ് നോക്കാനുണ്ടായിരുന്നത്. The first is Taylor's differential piece tree system and the next is Merrick differential piece tree system. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. The last plan is Gantt and bonus plan. Okay, this plan was introduced by Henry Lawrence Gantt and this is a combination of time, bonus and piece rate plans. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഗാണ്ടസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നത് വർക്കേഴ്സിന്റെ ഔട്ട്പുട്ടിന്റെയും റെമ്യൂണറേഷന്റെയും ഒരു ക്ലാസിഫിക്കേഷൻ ചാർട്ടാണ്. അതിൽ ആദ്യം വരുന്നത് ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫാക്ടറിയിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൽ താഴെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സിന് ടൈം റേറ്റ് സിസ്റ്റത്തിലാണ് വേജസ് ഈ പ്ലാനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ. ദാറ്റ് മീൻസ് നമ്മുടെ ഫാക്ടറിയിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത്രയും തന്നെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സിന് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ടൈം റേറ്റ് വേജസ് പ്ലസ് 20% ഓഫ് ടൈം വേജസ് ആസ് ബോണസ്. അവർക്ക് ടൈം റേറ്റ് സിസ്റ്റത്തിലും വേജസ് പ്രൊവൈഡ് ചെയ്യുന്നു, പ്ലസ് ആ ടൈം വേജസിന്റെ 20% ബോണസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ഔട്ട്പുട്ട് എബവ് സ്റ്റാൻഡേർഡ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഫാക്ടറിയിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സ്, ഓക്കെ, അവർക്ക് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ഹയർ പീസ് റേറ്റിലായിരിക്കും. അതായത് അവർ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഹയർ പീസ് റേറ്റിലാണ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം, ബോണസ് ആൻഡ് പീസ് റേറ്റ് പ്ലാൻസ്. അതായത് ഇതിന്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഗാണ്ടസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം, അപ്പോൾ ഇതൊന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, the following are the particulars relating to a work. Time rate rupees 50 per hour, high task 40 units per week, piece rate above high task rupees 60 per unit in a 30 hours week. The output of workers were A 30 units, B 35 units, C 40 units, D 50 units. Calculate wages of workers under Gantt and bonus plan. Okay. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ്. അത് വെച്ചിട്ട് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സിന്റെ വേജസ് ആണ് അണ്ടർ ഗാണ്ടസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് തന്നിരിക്കുന്ന ടൈം റേറ്റ് ആണ് റുപ്പീസ് 50 പെർ അവർ. ദാറ്റ് മീൻസ് ആ ഒരു ഫാക്ടറിയിൽ വർക്കേഴ്സ് 1 മണിക്കൂർ ജോലി ചെയ്താൽ അവർക്ക് കിട്ടുന്ന റേറ്റ് ആണ് റുപ്പീസ് 50 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി റേറ്റ് പെർ അവർ. ഓക്കെ, റേറ്റ് പെർ അവർ എന്ന് പറഞ്ഞാലും ടൈം റേറ്റ് എന്ന് പറഞ്ഞാലും സെയിം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹൈ ടാസ്ക് 40 യൂണിറ്റ്സ് പെർ വീക്ക്. ഹൈ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നെയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും എന്താണ്, ഒന്ന് തന്നെയാണ്. അതെന്ന് പറഞ്ഞത് 40 യൂണിറ്റ്സ് പെർ വീക്ക് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ഫാക്ടറിയിൽ വർക്കേഴ്സ് ഒരു വീക്കിൽ 40 യൂണിറ്റ്സ് എങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദി ഹൈ ടാസ്ക്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പീസ് റേറ്റ് എബോവ് ഹൈ ടാസ്ക്. ദാറ്റ് ഈസ് റുപ്പീസ് 60 പെർ യൂണിറ്റ്. അതായത് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ ടാസ്ക് എത്രയാണോ അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന പീസ് റേറ്റ് ആണ് റുപ്പീസ് 60. ഓക്കെ, സോ ദിസ് ഈസ് ദി ഹയർ പീസ് റേറ്റ്. ഇതാണ് അവിടുത്തെ ആ ഒരു ഫാക്ടറിയിലെ ഹയർ പീസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള വർക്കേഴ്സ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും റുപ്പീസ് 60 വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ എ 30 hours വീക്ക് ദി ഔട്ട്പുട്ട് ഓഫ് വർക്കേഴ്സ് വെയർ. ദാറ്റ് മീൻസ് ആ ഒരു ഫാക്ടറിയിൽ ഒരു വീക്കിൽ 30 hours വർക്കിംഗ് ഉണ്ട്. സോ ദിസ് ഈസ് ദി ആക്ച്വൽ വർക്കിംഗ് ടൈം. ഇതാണ് അവിടുത്തെ ആക്ച്വൽ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 30 hours വർക്ക് ചെയ്ത് ഒരു വീക്കിൽ വർക്കർ എ 30 യൂണിറ്റ്സ്, വർക്കർ ബി 35 യൂണിറ്റ്സ്, വർക്കർ സി 40 യൂണിറ്റ്സ് ആൻഡ് വർക്കർ ഡി 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദീസ് ആർ ദി ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് വർക്കേഴ്സ്. ഓക്കെ, ഇതാണ് അവരുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കേഴ്സിന്റെ ഔട്ട്പുട്ടിന്റെയും റെമ്യൂണറേഷന്റെയും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതാണിത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു, ഔട്ട്പുട്ട് ആൻഡ് റെമ്യൂണറേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ വർക്കേഴ്സിന്റെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. കാൽക്കുലേഷൻ ഓഫ് വേജസ് ഓഫ് വർക്കേഴ്സ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കേഴ്സിന്റെ ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോട് നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് വർക്കർ എയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എടുത്തെഴുതാം. എയുടെ വേജസ് നമുക്ക് ആദ്യം വർക്കർ എയുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ വേണം. വർക്കർ എയുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 30 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. അവിടുത്തെ ഹൈ ടാസ്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് 40 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലേസിലാണ് വർക്കർ എ 30 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റുന്നത് അയാളുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാളും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ താഴെയാണ്. സോ ഹി ഫോൾസ് ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി. ഓക്കെ, ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്. അയാളുടെ
ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ താഴെയാണ്. സോ അങ്ങനെയുള്ള വർക്കേഴ്സിന് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ടൈം റേറ്റ് വേജസ് ആണ്. ടൈം റേറ്റ് സിസ്റ്റത്തിലാണ് അവർക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എടുത്തെഴുതാം. ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഈക്വൽ ടൈം റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. ഓക്കെ, ടൈം റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. ടൈം റേറ്റ് നമുക്ക് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ₹50 per hour ആണ് ഇല്ലേ. ഒരു അവർ ജോലി ചെയ്താൽ അവർക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ₹50 ആണ്. ഓക്കെ, നമുക്ക് എടുത്തെഴുതാം 50 ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. അതും ക്വസ്റ്റനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാക്ടറിയിൽ ഒരു വീക്കിൽ 30 hours ആയിരുന്നു വർക്കിംഗ് ടൈം ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. നമുക്ക് എടുത്തെഴുതാം 50 ഇൻറ്റു 30 ഈക്വൽ ₹1500. ഓക്കെ, so this is the wages of worker A. നെക്സ്റ്റ് നമുക്ക് വർക്കർ ബിയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എടുത്തെഴുതാം. ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കർ ബിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. വർക്കർ ബിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 35 units ആണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ ടാസ്ക് എന്ന് പറയുന്നത് 40 units ആണ്. ഓക്കെ, അതായത് 40 units പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലേസിലാണ് വർക്കർ ബി 35 units പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അയാളുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ താഴെയാണ്. സോ ഹി ഓൾസോ ഫോൾസ് ഇൻ ദി ഫസ്റ്റ് കാറ്റഗറി അല്ലേ. അങ്ങനെയുള്ള വർക്കേഴ്സിന് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ടൈം റേറ്റ് വേജസ് ആണ്. നമുക്ക് എടുത്തെഴുതാം. ഇക്വേഷൻ മേലിൽ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. ടൈം റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് വർക്ക്. ടൈം റേറ്റ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു 50 per hour ആണ്. എടുത്തെഴുതാം 50 ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് വർക്ക്. അടുത്ത ആക്ച്വൽ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 30 hours ആണ് ഒരു വീക്കിൽ. ഓക്കെ, ഇൻറ്റു 30 ഈക്വൽ ₹1500. ഇനി നമുക്ക് വർക്കർ സിയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നോക്കേണ്ടത് വർക്കർ സിയുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ്. അയാളുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 40 units ആണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ ടാസ്ക് എന്ന് പറഞ്ഞാൽ 40 units ആണ്. ദാറ്റ് മീൻസ് 40 units പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലേസിൽ വർക്കർ സി 40 units തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. സോ ഹി ഫോൾസ് ഇൻ ദി സെക്കൻഡ് കാറ്റഗറി അണ്ടർ ഗാണ്ടസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഓക്കെ, ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ. ദാറ്റ് മീൻസ് 40 units ആയിരുന്നു അവിടുത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വർക്കർ സി 40 units തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള വർക്കേഴ്സിന് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ടൈം റേറ്റ് വേജസ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് വേജസ് ബോണസ്. ഓക്കെ, ടൈം റേറ്റ് വേജസും കിട്ടും പ്ലസ് ആ ടൈം റേറ്റ് വേജസിന്റെ 20% ബോണസ് ആയിട്ടും. ഓക്കെ, നമുക്കപ്പോൾ എടുത്തെഴുതാം. ഈക്വൽ അയാൾക്ക് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ടൈം റേറ്റ് വേജസ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് വേജസ് ആസ് ബോണസ്. ഓക്കെ, നെക്സ്റ്റ് ടൈം റേറ്റ് വേജസ്. ടൈം റേറ്റ് വേജസ് നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്. അവിടുത്തെ ടൈം റേറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അവിടുത്തെ ആക്ച്വൽ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 30 hours ആണ്. 30 hours അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 50 ഇൻറ്റു 30 പ്ലസ് ഇതാണ് ടൈം റേറ്റ് വേജസ്, അതിൻ്റെ 20%. ഓക്കെ, 50 ഇൻറ്റു 30 ഇൻറ്റു 20/100 ഇങ്ങനെ വരും. ഓക്കെ, ഈക്വൽ 1500 പ്ലസ് 300 ഈക്വൽ ₹1800 എന്ന് വരും വർക്കർ സിയുടെ വേജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വർക്കർ ഡിയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം വർക്കർ ഡിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. അയാളുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50 units ആണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ ടാസ്ക് എന്ന് പറയുന്നത് 40 units ആണ്. ദാറ്റ് മീൻസ് 40 units പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലേസിൽ വർക്കർ ഡി 50 units പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതായത് അയാളുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, സോ ഹി ഫോൾസ് ഇൻ ദി തേർഡ് കാറ്റഗറി അണ്ടർ ഗാണ്ടസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഓക്കെ, തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ്. ഔട്ട്പുട്ട് എബവ് സ്റ്റാൻഡേർഡ് ലെവൽ ഇല്ലേ. സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വർക്കർ ഡി ഇല്ലേ. 40 units പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലേസിൽ വർക്കർ ഡി 50 units പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. സോ അങ്ങനെയുള്ള വർക്കേഴ്സിന് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് ഹയർ പീസ് റേറ്റിലാണ് അവർക്ക് വേജസ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് അവർ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഹയർ പീസ് റേറ്റിൽ. ഓക്കെ, നമുക്ക് എടുത്തെഴുതാം. ഡി ഈക്വൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ഇതാണ്. ഹയർ പീസ് റേറ്റ് into actual output. Okay, actual output. ഹയർ പീസ് റേറ്റ് നമ്മൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു. പീസ് റേറ്റ് എബവ് ഹൈ ടാസ്ക് ദാറ്റ് ഈസ് ദി ഹയർ പീസ് റേറ്റ് എന്ന് പറയുന്നത് ₹60 per unit ആണ്. ഓക്കെ, 60 ഇൻറ്റു ഇനി നോക്കേണ്ടത് അയാളുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്.
വർക്കർ ഡി ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 50 യൂണിറ്റ്സ് ആണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും 60 റുപ്പീസ് വെച്ചിട്ടാണ് അയാൾക്ക് വേജസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു 60 into 50 ഈക്വൽ 3000 റുപ്പീസ്. ഓക്കെ, ഇതാണ് വർക്കർ ഡിയുടെ വേജസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഗാൺ ഡസ്ക് ആൻഡ് ബോണസ് പ്ലാനിൽ നമ്മൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലേ, ഔട്ട്പുട്ടിന്റെ റെമ്യൂണറേഷന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്തെഴുതുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കേഴ്സിന്റെ ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ ടാസ്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിന്റെ ബേസിസിൽ ഓരോ വർക്കേഴ്സിനും കിട്ടുന്ന വേജസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.